ഈ ഒരൊറ്റൊരു കൊഞ്ച് ഫ്രൈ മതിയോടോ, കുറേ ചോറ് തിന്നാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനേ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്. അതിൽ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തലയെല്ലാം മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മുളക്, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്, കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്കതൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കൊഞ്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെയിം വെളിച്ചെണ്ണ തന്നെ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയുള്ളി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഗ്രേവി വേണമെങ്കിൽ കുറേ ചെറിയുള്ളി ഇട്ടോ, അല്ലെങ്കിൽ കുറച്ച് 10, 15, 20 എണ്ണം ഇട്ടാൽ മതി. ഒരു 20 ചെറിയുള്ളിയെങ്കിലും ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കുക. അത്യാവശ്യം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിലും ഇടണമെന്നില്ല. നിങ്ങൾക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് പറഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് ആ മുളകിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ദെൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൊഞ്ച് ഫ്രൈയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണോ. നല്ലോണം വറ്റിക്കഴിഞ്ഞാലേ കുറച്ച് ചോറുണ്ടാത്തിയേ സൈഡിൽ കുറച്ച് കൊഞ്ച് ഫ്രൈയും കൂടി ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.